വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും ആ ഒരു ഏജിങ് പ്രോസസ്സൊക്കെ നന്നായിട്ട് നമുക്ക് സ്ലോ ഡൗൺ ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അത് മാത്രമല്ല, മിക്ക ആൾക്കാരും അനുഭവിക്കുന്ന ഒരു പ്രോബ്ലമാണ് ആക്നി പ്രൂൺ സ്കിൻ. അതായത് ആക്നീസ് ഒക്കെ ഉണ്ടായിട്ട് അതും അല്ലെങ്കിൽ പിമ്പിൾസ് ഒക്കെ ഉണ്ടായി ഭയങ്കര ഡാർക്ക് സ്പോട്ടും മാർക്സും ബ്ലമിഷേഴ്സും സ്കാസും എന്ന് വേണ്ട ഒരു സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി ഒക്കെ നഷ്ടപ്പെട്ടിട്ട് സാഗിങ് ഒക്കെ ആയിട്ട് ചുളിവൊക്കെ വീണ് പിഗ്മെൻറ്റേഷൻ, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, അങ്ങനെ കുറേ പ്രോബ്ലംസ് നമ്മുടെ സ്കിന്നിൽ അനുഭവപ്പെടും. ഇനി അതുമല്ല, നമ്മൾ ഇനിയിപ്പോൾ വെയിലത്തിറങ്ങിയാൽ സണ്ണിൻ്റെ ആ ഒരു ലൈറ്റൊക്കെ എമിറ്റ് ചെയ്തിട്ട് സൺ ടാനും കാര്യങ്ങളും, അപ്പോൾ ഒന്നുകൂടെ നമ്മുടെ കളറൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ട് ആകെപ്പാട് കരുവാളിച്ച് വല്ലാതെ ഒരു അവസ്ഥയും. അപ്പോൾ അതിനൊക്കെ എഗനിസ്റ്റ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഡെയിലി നമ്മുടെ ആ ഒരു സ്കിൻ കെയർ റുട്ടീനിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നോർമലി നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ മൂന്നാമത്തെ സ്റ്റെപ്പ് നോർമലി നമ്മൾ ഫസ്റ്റ് തന്നെ ക്ലെൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ടോണർ യൂസ് ചെയ്യും. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും അല്ലേ. അപ്പോൾ മോയ്സ്ചറൈസർ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ സ്കിൻ ടൈപ്പിന് യോജിച്ച മോയ്സ്ചറൈസർ വേണം എടുക്കാൻ വേണ്ടി. നിങ്ങളുടെ സ്കിൻ ഒരു ഓയിലി സ്കിൻ ആണെങ്കിൽ ഓയിലി സ്കിന്നുകാർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആ ഒരു മോയ്സ്ചറൈസർ മാക്സിമം നമ്മൾ ശ്രദ്ധിച്ച് നോക്കി തിരഞ്ഞെടുക്കുക. അതായത് ഓയിലി സ്കിന്നുകാരുടെ ആ ഒരു സ്കിൻ പ്രോബ്ലം കൺസേൺ അല്ലായിരിക്കും, നേരെ മറിച്ച് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ള ആൾക്കാർക്ക്. അപ്പോൾ നോർമലി മോയ്സ്ചറൈസറിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം എന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ നല്ലോണം സോഫ്റ്റ് ആക്കാനും സപ്പിളാക്കാനും ഈ ഒരു ഇലാസ്റ്റിസിറ്റിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനും. അപ്പോൾ നമ്മുടെ സ്കിൻ നന്നായിട്ട് മോയിസ്റ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു ഏജിങ്ങും കാര്യങ്ങളും ആ ഒരു ഡ്രൈനെസ് ഇല്ലാതായാൽ തന്നെ നമ്മുടെ മുഖത്തിൻ്റെ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ഒട്ടുമിക്ക പ്രോബ്ലംസും നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതാണ് മോയ്സ്ചറൈസറിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ആയിട്ട് പറയാനുള്ളത്.